ലബനിൽ വെടിനിർത്താനുള്ള അഭ്യർത്ഥനകളെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നേരത്തെ അമേരിക്ക ലബനിൽ 21 ദിവസത്തെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യത്തെയാണ് നെതന്യാഹു തള്ളിയത്. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. ഫൈറ്റർ ജെറ്റുകൾ ഹിസ്ബുള്ളയുടെ വ്യോമ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സറോറിയെ തിരിച്ചറിഞ്ഞുവെന്നും തുടർന്നാണ് വധിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഒരാഴ്ചക്കിടെ ഇസ്രായേൽ ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന 4ാമത്തെ ആക്രമണമാണിത്. യമനിലെ ഹൂതി പോരാളികളെ പരിശീലിപ്പിക്കാൻ ഹിസ്ബുള്ള അയച്ചിരുന്ന ഉന്നത ഉപദേഷ്ടാവാണ് മുഹമ്മദ് ഹുസൈൻ. ഈ ആഴ്ച മാത്രം ഇസ്രായേൽ ലബനിൽ നടത്തിയ ആക്രമണത്തിൽ 700-ലധികം പേർ കൊല്ലപ്പെട്ടു. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധം ആരംഭിക്കുമെന്ന ഭയത്തിലാണ് ലബനീസ് പൗരന്മാർ. UN ഈ ആക്രമണത്തെ അപലപിച്ചിരുന്നു. ഇനിയൊരു യുദ്ധത്തെ ഈ മേഖലയ്ക്ക് താങ്ങാനാവില്ലെന്ന് UN പറയുന്നു. എന്നാൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ പിന്നോട്ടേക്കില്ലെന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. US, ഫ്രാൻസ് അടക്കമുള്ള സഖ്യകക്ഷികളാണ് ഇസ്രായേലിനോട് 21 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശിച്ചത്. എന്നാൽ നെതന്യാഹു ഇതിനെ തള്ളി. സൈന്യത്തോട് സർവ്വകരുത്തും ഉപയോഗിച്ച് ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇസ്രായേൽ പൗരന്മാർ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടങ്ങുന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നതിലല്ല ചെയ്ത് കാണിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു. ആരും ആശയക്കുഴപ്പത്തിലാകേണ്ട കാര്യമില്ല. ഇസ്രായേൽ പൗരന്മാർ സുരക്ഷിതമായി മടങ്ങിയെത്തുന്നതുവരെ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തില്ലെന്ന മറ്റൊരു പോസ്റ്റിൽ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഇസ്രായേലിന്റെ സൈനിക ചീഫ് ലഫ് ജനറൽ ആക്രമണം ശക്തമാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയതിനു ശേഷം 1500 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 2006-ൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിൽ ലബനിലെ 1200 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലുകാരായ 160 പേർക്കടക്കം ഇതിൽ ജീവൻ നഷ്ടമായി.